ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ വെള്ളമൊന്നും കിട്ടുന്നില്ല ഫ്രണ്ട്സ്. ശ്രുതിയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കായിരുന്നു. ക്ലോക്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നല്ലോ. 9:30 ശ്രുതിയുടെ വീട്ടിലേക്കുള്ള വെള്ളം നിൽക്കും. പിന്നീട് അലറി വിളിക്കാണ് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ. ശ്രുതി, പൈപ്പിൽ വെള്ളം വരുന്നില്ല. എന്താ, വെള്ളം തീർന്നു പോയോ? ഞാൻ കുളിക്കാൻ കയറുമ്പോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ ശ്രുതിയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയാട്ടോ. ഇങ്ങനെ അലറി വിളിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ അമ്മയോ ഒക്കെ കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ശ്രുതി, എന്തിനാ അശ്വിൻ മോൻ ഇങ്ങനെ വിളിക്കുന്നത്? അമ്മായി, വെള്ളം തീർന്നു എന്ന്. അത് നീ അശ്വിൻ മോനോട് പറഞ്ഞില്ലേ 9:30 തീരും എന്ന കാര്യം? അത് ഞാൻ വിട്ടുപോയി അമ്മായി. അപ്പോഴേക്കും അശ്വിൻ മേലൊക്കെ സോപ്പ് തേച്ചിട്ട് കുളിമുറിയുടെ വാതിൽ അങ്ങ് തുറക്കുകയാണേ. ഇത് കണ്ട് ഞെട്ടാണ് നമ്മുടെ അമ്മായിയും. ശ്രുതി, വെള്ളത്തിന് എന്തു പറ്റി? വെള്ളം 9:30 നിൽക്കും, ഇനി വൈകിട്ടേ നോക്കിയാ മതി എന്ന് പറയാം കേട്ടോ ശ്രുതി. ആ ശരി, എന്നാ മോട്ടർ ഇട് എന്ന് പറയാട്ടോ. മോട്ടറൊന്നും ഇവിടെ ഇല്ല, എങ്കിൽ നീ പോയി വെള്ളം കൊണ്ടുവാ എന്ന് പറയുമ്പോ, വെള്ളം ഞാനിപ്പോ പോയി എവിടുന്ന് കൊണ്ടുവരാനാ? അപ്പൊ നമ്മുടെ പ്രമീള പറയുന്നുണ്ട്, ഞാനിപ്പോ കൊണ്ടുവരാം. അത് വേണ്ടമ്മേ, ഇദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോവാം. അശ്വിനെയും കൂട്ടിയിട്ട് ശ്രുതി പൈപ്പ് ലൈനിന്റെ അടുത്തേക്ക് പോവാണേ. ഇത് കാണുന്ന സ്ത്രീകളൊക്കെ ചോദിക്കുന്നുണ്ട്, ശ്രുതിക്ക് ഇത് എന്തു പറ്റി എന്നും ചോദിച്ച് പലരും നോക്കി നിൽക്കാണ് അശ്വിനെയും കൊണ്ടുവരുന്നത്. അശ്വിൻ ചോദിക്കുന്നുണ്ട്, എന്നെ നീ എങ്ങോട്ട് കൊണ്ടുപോവാ? സോപ്പ് തേച്ചിട്ടാണെങ്കിൽ കണ്ണൊന്നും കാണാൻ വയ്യേ. അങ്ങനെ പൈപ്പ് ലൈനിന്റെ അടുത്ത് ചെന്നിട്ട്, ഇതെന്റെ ഹസ്ബൻഡാ. അങ്ങനെ അവിടെ കൊണ്ടുപോയി നമ്മുടെ ശ്രുതി നന്നായിട്ട് കുളിപ്പിക്കുകയാണ് നമ്മുടെ അശ്വിനെ. അവിടുന്ന് പെണ്ണുങ്ങളൊക്കെ ചോദിച്ചതിനുള്ള മറുപടിയൊക്കെ പറയുന്നുണ്ട്. അശ്വിൻ പറയുന്നുണ്ട്, മുഖത്തേക്ക് വെള്ളം പാര്. കുറെ നേരം നിന്നിട്ടായിരിക്കും ശ്രുതി മുഖത്തേക്ക് വെള്ളം പാരുന്നത്. അപ്പൊ കണ്ണ് തുറന്നതും അവിടെ വെച്ചാൽ കുറെ കുട്ടികൾ കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ പെണ്ണുങ്ങളും മറ്റുള്ളവരും എല്ലാവരും അശ്വിനെ തന്നെ നോക്കി നിൽക്കായിരിക്കും കേട്ടോ. ഇത് കാണുന്ന അശ്വിൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി, നിനക്കെന്താ വട്ടാണോ? എന്നെ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണോ? നിങ്ങളല്ലേ പറഞ്ഞത് വേഗം വെള്ളം കൊണ്ടുവരണമെന്ന്? ഇവിടെയാ വെള്ളം ഉള്ളത്, അതുകൊണ്ടല്ലേ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പിന്നീട് കാണിക്കുന്നത് അശ്വിൻ ലാപ്ടോപ്പ് ഒക്കെ എടുത്തു വെച്ചിരിക്കുമ്പോഴേക്കും അവിടുത്തെ കറണ്ട് അങ്ങ് പോവാണ് കേട്ടോ. ഇതെന്താ നരകാണോ? കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല, കാറ്റും ഇല്ല, ഭ്രാന്ത് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്യാമാണെങ്കിൽ ആ കീ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ കൊടുത്തിരുന്ന ആ കടയിലേക്ക് പോവാണ്. അത് കണ്ട് മോഹനൻ വരുന്നുണ്ട്. ശ്യാം എന്താ ഇവിടെ? ഒരു ക്ലയന്റിനെ കാണാൻ വന്നതാന്ന് പറയാണ്. അയാളെന്താ കള്ളക്കേസിലും പെട്ടിട്ടുണ്ടോ? അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ചാവിയൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ആ കടക്കാരൻ ശ്യാമിനെ വിളിച്ചിട്ട്, ഇതാ സാർ, ചാവി റെഡി ആണെന്ന് പറഞ്ഞിട്ട് ശ്യാമിന് കൊടുക്കുന്ന ഒരു ഭാഗത്തോടെ നാളത്തെ എപ്പിസോഡ് കഴിയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്